എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിനെ ശാന്തമാക്കി ശരിയായ രീതിയിലുള്ള ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന സുഖപൂരക പ്രാണായാമമായിരുന്നു നമ്മൾ പരിശീലിച്ചിരുന്നത്. ഇന്ന് ക്ഷീണത്തെ അകറ്റി നിർത്തി ശരീരത്തിനും മനസ്സിനും ശരിയായ രീതിയിലുള്ള ഉണർവും ഉന്മേഷവും ലഭിക്കാൻ സഹായിക്കുന്ന ശുദ്ധിശ്വാസം നമുക്ക് പരിചയപ്പെടാം. ശുദ്ധിശ്വാസം തന്നെ 2 വിധത്തിലുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക. പത്മാസനമോ അർദ്ധപത്മാസനമോ സുഖാസനമോ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇതൊന്നും പറ്റാത്ത ആളുകൾക്ക് കസേരയിൽ ഇരുന്നാണെങ്കിലും പരിശീലിക്കാവുന്നതാണ്. ഇനി ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും തള്ളവിരലും ചൂണ്ടുവിരലും പരസ്പരം ചേർത്ത് വെക്കുകയും ചെയ്യുക. ഇതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത്. ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും വായ അല്പം തുറന്ന് ഒരു കുഴലിന്റെ ആകൃതിയിൽ കൊണ്ടുവന്നതിന് ശേഷം ശ്വാസത്തെ മുഴുവനായി പുറത്തേക്ക് വിടുകയും ചെയ്യുക. മുഴുവൻ ശ്വാസവും പുറത്തു പോയി കഴിയുമ്പോൾ വായ അടച്ചു പിടിക്കുകയും മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും വീണ്ടും ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. അതിനുശേഷം വായ തുറന്ന് കുഴലിന്റെ ആകൃതിയിൽ എത്തിച്ചതിന് ശേഷം ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ 7-8 തവണ പരിശീലിക്കുക. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ പരിശീലിക്കുന്ന ഒന്നാണ് ഈ പ്രാണായാമം. അതെന്താന്ന് പറഞ്ഞാല്, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വേർത്ത് വന്ന് കയറുന്ന സമയത്ത് മിക്ക ആളുകളും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വായിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ശുദ്ധിശ്വാസം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഒരൊറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ശരീരത്തിനും മനസ്സിനും നല്ല രീതിയിലുള്ള അയവ് ലഭിക്കുകയും ക്ഷീണം മാറി കിട്ടുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ 7-8 തവണ നമ്മളിത് പരിശീലിക്കുന്നത് മൂലം നമ്മുടെ ക്ഷീണത്തെ മുഴുവനായി അകറ്റി നിർത്തുന്നതിനും ശരീരത്തിനും മനസ്സിനും നല്ല രീതിയിലുള്ള ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതിനും ഈ പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഇത് മാത്രവുമല്ല, മനുഷ്യന്റെ മനോനിലയെ വളരെയധികം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാണായാമമാണിത്. അതോടൊപ്പം തന്നെ മാനസിക പിരിമുറുക്കത്തെ അകറ്റി നിർത്തുന്നതിനും ഇത് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. ഈ പ്രാണായാമം പരിശീലിക്കുന്നത് മൂലം പ്രാണവായു കൂടുതലായി ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്നതിനും ശ്വാസകോശത്തിന് ശരിയായ രീതിയിലുള്ള വികാസം ലഭിക്കുന്നതിനും സാധിക്കുന്നു. ഈ പറഞ്ഞതൊക്കെയാണ് ശുദ്ധിശ്വാസം പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് എങ്ങനെയെന്നും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള ശുദ്ധിശ്വാസവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.